ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇരിക്കൂ. എന്നിട്ട് വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയൂ. അത് ഇപ്പൊ ഇവിടേക്ക് വന്ന ചെറുപ്പക്കാരനില്ലേ, കണ്ടപ്പോ എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പോലെ തോന്നി. നീ ആരോട് ചോദിക്ക? മോനെ മോനെ നിന്നെ മോനെ. ഇതാ പയ്യൻ തന്നെയായിരുന്നല്ലോ. ചേട്ടാ, ആ പോകുന്ന കാറിന്റെ പുറകെ തന്നെ ഒന്ന് പോണേ. ചേട്ടാ ഒന്ന് വേഗം. ആ കാർ തന്നെ, ആ പോകുന്നത്. പോട്ടെ മോളെ, പാവങ്ങളെ പരിഹസിക്കുന്നത് ചിലർക്കൊക്കെ ഒരു രസ. അമ്മയോർത്ത ഞാൻ ഒന്നും പറയാത്തത്. ഇങ്ങനെയുള്ള അന്യായം കാണിക്കുന്നവരോട് എനിക്ക് ക്ഷമിച്ച് ശീലമൊന്നുമില്ല. ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയില്ലെന്നാണ് സുനന്ദേച്ചി കരുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടവരോടൊക്കെ കണ്ണും പൂട്ടി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ നിന്റെ നാട്ടിൽ വന്നിട്ടുള്ളതല്ലേ. അവിടുത്തുകാർക്ക് നിന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താന്ന് എനിക്കറിയാം. സുന്ദരിയുടെ കയ്യിൽ നിന്ന് എല്ലാവരുടെയും പണം വാങ്ങിയെടുത്ത് അവർക്കെല്ലാവർക്കും പണം ബാക്കി വെക്കാതെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തത് നീയല്ലേ. നിന്റെ മഹത്വം മനസ്സിലാക്കാൻ ആ ഒറ്റ കാര്യം മതി. അതിവർക്കൊന്നും മനസ്സിലാവില്ല മോളെ. കാരണം അത് മനുഷ്യനെ അറിയുന്ന പ്രവൃത്തിയാ. അമ്മയ്ക്ക് വേണ്ടിയല്ലേ, ഞാൻ കേട്ടു നിൽക്കാം. നിന്റെ വലിപ്പം എന്താന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സമയം ഉണ്ടാവും മോളെ, അത് ഉറപ്പാ. ദൈവം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. സുനന്ദേച്ചി എന്തൊക്കെയാ പറയുന്നേ? ദേവേ കാശുള്ളവരുടെ കൂടെയാ. അവര് വലിയ വലിയ വഴിപാടുകളൊക്കെ നടത്തും, അമ്പലത്തിലേക്ക് വേണ്ടതൊക്കെ ചെയ്യും. ഞാനും സുനന്ദേച്ചി എന്താ ചെയ്യുന്നേ? നടയിൽ ചെന്ന് നിന്നൊന്ന് പ്രാർത്ഥിക്കും. കൂടിയാ ഒരു 10 രൂപ ഭണ്ഡാരത്തിലിടും. നമ്മളെ എന്തിനാ ദൈവം സ്നേഹിക്കുന്നെ? ഉപകാരമില്ലാത്ത വർഗങ്ങള്. മതി, മനസ്സ് വല്ലാതെ പൊള്ളിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ത്യാഗം അത് വേദനിക്കാതെ ചെയ്യണം. കൂടെ നിൽക്കാനോ ആശ്വസിപ്പിക്കാനോ അല്ലാതെ വേറൊന്നിനും സുനന്ദേച്ചിയെ കൊണ്ട് പറ്റില്ലല്ലോടി. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ.
അകത്തേക്ക് കയറണോ? ഇനി എന്തേലും പ്രശ്നം ഉണ്ടാവോ? മതിയടി പെണ്ണേ. നമ്മളിവിടെ ഇരിക്കുന്ന കണ്ടിട്ടേ ഇഷ്ടത്തോടെയൊന്നുമല്ല നവീൻ അകത്തേക്ക് പോയിരുന്നത്. ഈ വിരലിലും കൂടി ഇടാമേ. എടി, നീ അമ്മയെ കൂടുതൽ ചെറുപ്പമാക്കല്ലേ. എനിക്കാണ് കുഴപ്പം. അയ്യടാ മോള് വന്ന് കയറേണ്ട വീടല്ലേ, എല്ലാവരെയും ഒന്ന് കണ്ടാലോ. ഞാൻ പോയി നോക്കിട്ട് വരാം. ആരാ? എന്തെങ്കിലും സഹായത്തിന് വേണ്ടി വന്നാണോ? എന്താ ഒന്നും പറയാത്തെ? ആരാ മോളെ? ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, വലിയ വലിയ വീടൊക്കെ കാണുമ്പോഴേ കേറി കൈനീട്ടുന്നേ ഒരു രസമാണല്ലോ അല്ലേ? അയ്യോ, ഞാൻ അതിനൊന്നും വന്നതല്ലേ. പിന്നെ എന്തിനാണാവോ? നിങ്ങളോട് ചോദിച്ചൊന്നും കേട്ടില്ലേ? അമ്മ, ഇവരുടെ മുഖം കണ്ടാലറിയാം പ്രശ്നക്കാരിയാന്ന്. കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടേ പെട്ടെന്ന് പോവാൻ നോക്ക്. ഞാൻ പൊക്കോളാം. നിക്ക്. എന്താ കാര്യം? എന്തിനാ എല്ലാരും കൂടി ഇവരിങ്ങനെ ചോദ്യം ചെയ്യുന്നേ? ആ, ഓഹോ, പുറത്തുനിന്ന് വരുന്ന ഒരാളുടെ കാര്യം ചോദിക്കാൻ പോലുള്ള അവകാശം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? നിർമ്മലേ, ആരെങ്കിലും ഒരാള് വീട് തേടി വന്നാല് അവരോട് കാണിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. ഓ, സുമിത്രേ, അവരെ അകത്തേക്ക് വിളിക്കേ. വരൂ. വരൂ. അവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട, കേറി വരൂ. ഇരിക്കൂ. ഇരിക്കൂ. എന്നിട്ട് വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയൂ. അത് ഇപ്പൊ ഇവിടേക്ക് വന്ന ചെറുപ്പക്കാരനില്ലേ, കണ്ടപ്പോ എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പോലെ തോന്നി. ആ സംശയത്തില് ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. സ്വന്തം മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടാ നിങ്ങക്ക് അറിയില്ലേ? അല്ല, ഇങ്ങോട്ട് കല്യാണം കഴിച്ച് അയക്കാൻ മാത്രം ഏതാ ആ കേമത്തിയായ മോള്?